ഈ വി ഡി സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം വളരെ സ്മൂത്തായിട്ട് ആ വാർത്താ സമ്മേളനത്തെ മറികടന്നു പോയി എന്നുള്ളതാണ്. ഒരു നിലയ്ക്കുമുള്ള സങ്കീർണത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല ഇന്ന്. അനുഭവിപ്പിക്കാൻ അവിടുത്തെ മാധ്യമങ്ങൾക്കും പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം പൊളിറ്റിക്കലി പാക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര വന്നു നോക്കണം. അദ്ദേഹം വളരെ സാങ്കേതികത്വം നിറഞ്ഞ മറുപടി പറഞ്ഞല്ലോ. അതായത് ഹൈക്കോടതി അന്വേഷണത്തിന് തടസ്സമൊന്നുമില്ല എന്ന് എൻഫോഴ്സ്മെന്റിനോട് പറഞ്ഞു. അപ്പോൾ അവരവിടെ റെയ്ഡിന് വന്നു. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉന്നയിക്കുന്ന ഒരു അഴിമതി കേസാണിത്. അതിന്മേലൊരു കേന്ദ്ര ഏജൻസി നേരത്തെ തന്നെ ഇന്നായിട്ടുള്ളതാണ്. അവർ അന്വേഷണം നടത്തുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് കഴിഞ്ഞു അത്. പക്ഷെ അതിനപ്പുറം വലിയ ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ED എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്രയുണ്ട് വിശ്വാസ്യത? അത് നോൺ BJP നേതാക്കളുടെ വീടുകളിലേക്ക് കയറി വരുമ്പോൾ അതിനെ നിങ്ങൾ പിന്തുണയ്ക്കണോ അതോ തള്ളിപ്പറയണോ? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് കോൺഗ്രസിന്റെ അക്കാര്യത്തിലുള്ള സമീപനം? രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ രാഹുൽ ഗാന്ധിയെയും അമ്മയെയും ചോദ്യം ചെയ്തപ്പോൾ അത് തെറ്റാണെന്നാണ് CPIM പറഞ്ഞത്. സോറി, അത് തെറ്റാണെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. അത് തെറ്റാണെന്നാണ് മറ്റ് പല നോൺ BJP ലീഡേഴ്സും പറഞ്ഞത്. നിങ്ങളത് പറയാൻ തയ്യാറുണ്ടോ? ആ ചോദ്യം ചോദിക്കുകയും അതിന്റെ ഉത്തരം സതീശനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നതിൽ ചോദ്യകർത്താക്കളായ ആളുകൾക്ക് ഒരു വീഴ്ച പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതീശന് വളരെ സ്മൂത്തായി ഈ സന്ദർഭത്തെ മറികടന്നു പോയി എന്ന്. ശരിയായ ഉത്തരം നാം പ്രതീക്ഷിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പദ്ധതി നിർവഹണ ഏജൻസി കേരളത്തിലേക്ക് വന്ന് ഒരു നോൺ BJP ലീഡറുടെ വീട്ടിൽ കയറുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്? കേസിന്റെ സാങ്കേതികത്വം പറയുമ്പോൾ എല്ലാവർക്കും പറയാവുന്ന ഒന്നാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വന്നില്ല അദ്ദേഹത്തിന്. അതിന്റെ മേലൊരു സമ്മർദ്ദം. ഫസ്റ്റ് ഓഫ് ഓൾ നിഷാദിന്റെ ആ നിലപാട് അത് നിഷാദ് വീട്ടിൽ പറഞ്ഞ് വെച്ചാൽ മതി. എങ്ങനെ? നിഷാദ് ചോദ്യം ചോദിക്കുക, എന്നിട്ട് നിഷാദ് ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ആ വ്യക്തി പറയണമെന്ന് കരുതുക. അത് നടക്കില്ല. കാരണം അതിനല്ലല്ലോ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. VD സതീശന് നിഷാദ് ഇപ്പൊ ഈ പറഞ്ഞ വളരെ ഈസി ആയിട്ട് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാ. അതിനപ്പുറം അയാൾ മാധ്യമപ്രവർത്തകർക്ക് അയാളോട് തിരിച്ച് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സതീശന്റെ കഴിവാണ്. കാരണം ഒരു മറുപടിയിൽ മറുചോദ്യങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ മറുപടി പറയാൻ കഴിയും എന്ന് അയാൾ കൃത്യമായിട്ട് അയാൾക്കതറിയാം. അയാളത് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾ ഇതിപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന നല്ല ഒന്നാന്തരം കമ്മികളായിട്ടുള്ള മാപ്പറകളുണ്ടല്ലോ, ഇവർക്ക് വല്ലാതെ മുറിവേറ്റിരിക്കുകയാ. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും റിസൾട്ട് വരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഈ നിഷാദിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരൊന്നും ഒരിക്കലും കരുതിയില്ല ഇത്ര വലിയ വിജയത്തിലേക്ക് പോകുമെന്ന്. ഇവരുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ അവിടെ ചാൻസ് പിണറായി വിജയനും ചാൻസ് ഉണ്ടായിരുന്നു, UDFനും ചാൻസ് ഉണ്ടായിരുന്നു. ആര് വിജയിക്കുകയാണെങ്കിലും ഒരു കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള മാത്രമുള്ള ഒരു വിജയം, അതിനപ്പുറത്തേക്ക് ഒരു ഭീകര മെജോറിറ്റിയിലേക്ക് പോകുമെന്ന് ഇവരാരും കണക്കുകൂട്ടിയില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ മുറിവേറ്റ ആളുകൾ മാപ്പറുകൾക്കിടയിലുണ്ട്. സംഭവം അവർക്കത് തുറന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ. അപ്പോൾ അവിടെ ഇപ്പം നിഷാദിനെ പോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവർ നടത്തുന്നത് എന്താ? ഇവർ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, എന്നിട്ട് അതിനൊരു ആൻസർ അവർ തന്നെ കണക്ക് കൂട്ടി പ്രതീക്ഷിക്കുന്നു. ഇന്ന ആൻസർ വേണം. അപ്പോഴേ ഇവർക്ക് എന്തുണ്ടാവുള്ളൂ? വിവാദങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ആൻസർ ഇല്ലെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. പക്ഷെ സതീശനെ പോലെയുള്ള ഒരു വ്യക്തി അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. സതീശൻ മറുപടി പറയും, പക്ഷേ അത് വളരെ കൃത്യമായിരിക്കും. മറുചോദ്യങ്ങൾക്ക് ഇപ്പം നിഷാദ് പറഞ്ഞില്ലേ മറുചോദ്യം ചോദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സതീശൻ്റെ മറുപടി ഇന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ്റെ മറുപടി. പിന്നെ നിഷാദ് പറയും പോലെയുള്ള പ്രശ്നം ഏത്? ഈ EDയുടെ കാര്യത്തിൽ. ED ഈ സംഭവം ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും സംഘ് പരിവാറിൻ്റെയും ഇപ്പം അന്വേഷണ ഏജൻസികളെല്ലാം, കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം നരേന്ദ്രമോദിയുടെയും സംഘ് പരിവാറിൻ്റെയും ഒക്കെ ചട്ടുകങ്ങളാണ്. അതൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല എന്ന് കരുതിയിട്ട് ഇവർ ഇടപെടുന്ന എല്ലാ കേസുകളും ഇങ്ങനെയാണോ? ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ടല്ലോ, ഇവിടെ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? അങ്ങനെയാണോ? ഇനി മറിച്ചൊരു ചോദ്യം, ഇപ്പോൾ KM ഷാജിക്കെതിരെ ED അന്വേഷണം ഉണ്ടായി. KM ഷാജിയുടെ വീടിൽ റെയ്ഡ് നടത്തു.
കെ എൻ ഷാജിയുടെ ഭാര്യയെ 40-48 മണിക്കൂറോളം കൊണ്ടുപോയി ചോദ്യം ചെയ്തു, വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടും കെ എം ഷാജിയുടെ വീട്ടിൽ നിന്ന് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അതെടുത്തു കൊണ്ടുപോയി, തട്ടിയെടുത്തു കൊണ്ടുപോയി അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അന്ന് ഈ നിലപാടുകളൊന്നും ഇവരുടെ ആരുടെയും ഭാഗത്തു നിന്ന് കണ്ടില്ലല്ലോ. മാത്രവുമല്ല, അന്ന് ഇപ്പോൾ ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ, ED അന്വേഷണം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത് പിണറായി വിജയൻ? കെ എം ഷാജിക്കെതിരെ അന്വേഷണം ഉണ്ടാക്കിയ ആളാരാ? EDയുടെ അന്വേഷണം ഉണ്ടാക്കിയ വ്യക്തി ആരാ? പിണറായി വിജയനല്ലേ? അപ്പം ഈ നിലപാടുകളൊന്നും അന്ന് കണ്ടില്ലല്ലോ. കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്? രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള, രാഷ്ട്രീയ വേട്ടയാടലുകളായിട്ടുള്ള എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്? അപ്പം ഈ വേട്ടയാടലുകളൊക്കെ കേരള പോലീസ് എല്ലാ കാലത്തും അങ്ങനെയാണ് എന്നാണോ? അല്ല. ഇപ്പം EDയുടെ ഈ അന്വേഷണത്തിൽ വളരെ കൃത്യമായ ചില അടിസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഓരോ കേസിലും ഓരോ രീതിയിൽ തന്നെയാ. ഈ കേസിൽ കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട്. ഈ പറയുന്ന തൈക്കണ്ടി വീണയുടെ അക്കൗണ്ടിലേക്ക് 1.73 crore വന്നിരിക്കുന്നത് അത് അവിഹിതമാണ്. പിന്നെ ഈ പറയുന്ന സഖാക്കളായിട്ടുള്ള മാപ്രകൾ പറയും പോലെ അന്വേഷണം ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡും അന്വേഷണങ്ങളും എല്ലാം കൃത്യമായിട്ട് വീണയിൽ മാത്രമാണ്. പിണറായി വിജയൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് റെയ്ഡ് നടന്നു ചോദിച്ചാൽ മകളായതുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ നടന്നല്ലോ. എന്തുകൊണ്ടാ? ഭർത്താവായതുകൊണ്ട് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് CMRൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഈ പറയുന്ന 1.73 മാസപ്പടിയായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? അതിൻ്റെ സോഴ്സ് സഖാക്കളായിട്ടുള്ള മാപ്രകൾ അത് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഷാജിക്കെതിരെ ED അന്വേഷണം ഉണ്ടായപ്പോൾ ഇവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ നിലപാടുകളൊന്നും എവിടെയും കണ്ടില്ല. മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഷാജി ഒരു ഒച്ചയോ ബഹളമോ അവസരമോ ഒന്നും ഷാജി കാണിച്ചില്ല. ഷാജി വളരെ കൂളായിരുന്നു എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ കൃത്യമായിട്ട് രാജ്യത്തെ നിയമ സംവിധാനത്തിന് മുന്നിൽ പോയിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ പണമടക്കം തിരിച്ചു വാങ്ങി. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ED റെയ്ഡ് നടത്തിയിട്ട് പിടിച്ചെടുത്ത പണം ആ വ്യക്തി തിരിച്ചു വാങ്ങിയ ചരിത്രം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇല്ലല്ലോ. ഷാജിക്കെതിരെ ഉണ്ടായ ED അന്വേഷണം കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഏത് കേസാണ് അവസാനിച്ചിട്ടുള്ളത്? രാജ്യത്തെ ED അന്വേഷണങ്ങളിൽ നടക്കുന്ന ഏത് കേസാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ നിലപാടുകൾ എന്ന് പറയുന്നത് ED വരുമ്പോൾ ഉള്ളാകുന്ന ഈ നിലപാടുകൾ ഏത് BJPയുടെ ചട്ടുകമാണ്, സംഘപരിവാർ, അതിലൊന്നും നമുക്ക് മാറ്റമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നിലപാടുകൾ എല്ലാ അവസരത്തിലും ഏത് വ്യക്തിക്കെതിരെ ഉണ്ടായാലും അതുണ്ടാവണം. അതുണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിണറായി വിജയനെതിരെ മാത്രം അല്ലെങ്കിൽ തൈക്കണ്ടി വീണക്കെതിരെ മാത്രം അന്വേഷണം വരുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട്, അതല്ലെങ്കിൽ ആ നിലപാടുകളൊന്നും കാണുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഈ അഭിപ്രായം പറയുന്ന സഖാക്കളായിട്ടുള്ള മാപ്രകളുടെ അണ്ണാക്കിൽ പോലും പിരിവെട്ടി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതം ഇവരുടെയൊക്കെ മനസ്സിന് അത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ VD സതീശനെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സതീശനെ മറികടക്കാൻ വാർത്താ സമ്മേളനങ്ങളിൽ പ്രത്യേകിച്ചും ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ പ്രതിസന്ധിയിലാക്കാൻ, അയാളെ പ്രതിരോധത്തിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാളുടെ ഒരു എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, അയാളുടെ ഒരു ടാലൻറ്റാണ്. വാർത്താ സമ്മേളനങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് സതീശനറിയാം. മനസ്സിലായില്ലേ? സതീശൻ മാധ്യമങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ചിന്തിക്കുന്നുണ്ട്, അയാൾ കാണുന്നുണ്ട്, അയാളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ നിഷാദിനെ പോലെയുള്ള ആളുകൾക്ക് തെറ്റിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ സതീശനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണ് അണ്ടർ എസ്റ്റിമേറ്റ്?
അയാളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? സതീശന് സംസാരിച്ച് നിങ്ങളെ മറികടക്കാനേ കഴിയും. മറിച്ച് സതീശനെ പ്രതിരോധത്തിലാക്കാൻ കേരളത്തിലെ മാപ്രകൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് അയാൾക്ക് ഏറ്റവും സഹായകരമാകുന്നത് അയാളുടെ ഒബ്സർവേഷനുകളാണ്. കൃത്യമായിട്ട് അയാൾ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടാണ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലേ, നമ്മൾ നേരത്തെ സംസാരിച്ചതാ, ഈ ഇ.ഡി. റെയ്ഡുമായ അന്വേഷണത്തിൽ എത്ര പുച്ഛത്തോടു കൂടിയും പരിഹാസത്തോടു കൂടിയും ഒരു മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ ആ കാര്യങ്ങളെ എത്ര ക്ലിയർ ആയിട്ട് ടാക്കിൾ ചെയ്തു. മറിച്ചൊരു ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചില്ലേ? അത് സതീശൻ്റെ കഴിവാ. അതിൽ നിങ്ങൾ ഇങ്ങനെ ക്രിമി അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ എപ്പോഴും ഞങ്ങൾ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും പ്രതിസന്ധിയിലാക്കാൻ കഴിയും, പ്രതിരോധത്തിലാക്കാൻ കഴിയും, മറികടക്കാൻ കഴിയും എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മറു ചോദ്യങ്ങൾക്ക് പോലും അവസരം നൽകാതെ സതീശൻ നിങ്ങളുടെ വായ മൂടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ നിലപാടുകൾ, നിശാന്ത് പറയുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ്, അത് പിണറായി വിജയനെതിരെയും തൈക്കണ്ടി വീണക്കെതിരെയും കേസുണ്ടാകുമ്പോൾ മാത്രം ഉണ്ടായാൽ പോരാ, അത് എക്കാലത്തും ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഈ കേസിൽ എന്തുകൊണ്ട് വീണ പെട്ടു എന്ന് ചോദിച്ചാൽ അതൊരു അതിബുദ്ധിയായിരുന്നു. പിണറായി വിജയനും തൈക്കണ്ടി വീണയും സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ ബ്ലാക്ക് മണി, അത് വൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടപാട് അത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആക്കി മാറ്റി എന്നുള്ളതാണ്. ബാങ്ക് ത്രൂ ആക്കി. അതെന്തിനാ? അത് ഈ ഒരുപാട് കള്ളപ്പണം വന്ന് കിടക്കുന്നുണ്ട്, ബ്ലാക്ക് മണി, അതിനെയൊക്കെ ഒന്ന് വൈറ്റ് ആക്കണം. കാരണം ഈ ബ്ലാക്ക് മണി ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ട് കാര്യമില്ല, ഇത് ഉപയോഗിക്കാൻ കഴിയണ്ടേ. അപ്പോൾ ഇതിനെ വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഒരു അതിബുദ്ധി കാണിച്ചതാണ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ ബാങ്ക് ത്രൂ ആക്കിയത്. അവിടെയാണ് പിടി വീണത്. ഇപ്പോൾ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, പണം വന്നിട്ടുണ്ട്. ഇതിൻ്റെ സോഴ്സ് മാത്രമാണ് പറയാൻ കഴിയാത്തത്. അപ്പോൾ നിഷ്പക്ഷമായിട്ട് ഇപ്പോൾ ഇ.ഡി. വേണ്ടെന്ന് വെക്ക്, ഇ.ഡി. ഇല്ല, CBI ഇല്ല, ആരുമില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. വീണ വിജയന് CMRൽ നിന്ന് പണം വരുന്നു. ഒറ്റ ചോദ്യം, എന്താണ് വീണ വിജയൻ തിരിച്ചങ്ങോട്ട് കൊടുത്തത്? ഇതിൻ്റെ റീസൺ എന്താ? എന്തിനാണ് പണം കിട്ടിയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അത് പറയാൻ കഴിയാതെ വരുമ്പോൾ ഇ.ഡി. അത് അന്വേഷിക്കുമ്പോൾ അതും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണോ പറഞ്ഞു വെക്കുന്നത്? ഒരിക്കലുമല്ല. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ.